ബീഹാറിൽ ബിജെപി പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെയാണ് നിതീഷ് കുമാർ മഹാസഖ്യത്തിൽ നിന്ന് രാജിവെച്ചത്. ഇതിനു പിന്നാലെ ബിജെപി നിതീഷിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. നിതീഷിന്റെ രാജിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ജെഡിയു കേരള ഘടകം. നിതീഷിന്റെ രാജി ദൌർഭാഗ്യകരം. ബിജെപിയുമായി സഖ്യത്തിലായാൽ നിതീഷിന്റെ പാർട്ടിയോട് വിട പറയുമെന്ന് സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. ആവശ്യമെങ്കിൽ പുതിയ മതേതര പാർട്ടി രൂപീകരിക്കുമെന്നും വർഗീസ് ജോർജ്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള വടക്കൻ പറവൂരിലെ ഭൂമി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് അളന്ന് തിട്ടപ്പെടുത്തും. പ്രാഥമിക പരിശോധനയ്ക്ക് 30 സെന്റ് ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ കരുമാലൂർ പഞ്ചായത്ത് നൽകിയ പരാതിയിലാണ് നടപടി. സിപിഐ നേതൃയോഗങ്ങൾ ഇന്നു മുതൽ രാവിലെ 10:30 നിർവാഹക സമിതിയും നാളെ സംസ്ഥാന കൌൺസിലും യോഗം ചേരും. 23-ാം പാർട്ടി കോൺഗ്രസിനുള്ള വേദിയും സംഘടനാ സമ്മേളന സമയക്രമവും യോഗങ്ങളിൽ തീരുമാനിക്കും. സിപിഎം സിപിഐ ബന്ധം സംബന്ധിച്ച പൊതുവായ കാര്യങ്ങളും ചർച്ചയിൽ ഉയരുമെന്ന് സൂചന. പുതിയ വിജിലൻസ് ഡയറക്ടറെ സംബന്ധിച്ച് ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കും. എരുമേലി വിമാനത്താവളത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങളും മന്ത്രിസഭായോഗത്തിലുണ്ടായേക്കും. PU ചിത്രയടക്കം 3 അത്ലറ്റുകളെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കിയതിനെ ന്യായീകരിച്ച് അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ കത്ത്. ചിത്രയുടെ പ്രകടനം ക്രമാതീതമായി പിന്നിലാണെന്ന് വിശദീകരണം. അജയ് കുമാർ സരോജിന് യോഗ്യതാ സമയത്തിനും അടുത്തെത്താനായില്ലെന്നും ന്യായീകരണം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചിത്രയുടെ പരിശീലകൻ സിജിനാണ് ഹർജി നൽകിയത്. ഹർജിയിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വിശദീകരണം ഹൈക്കോടതി തേടി. കഴിഞ്ഞ ജനുവരിയിൽ ദേശീയ ക്യാമ്പിലുണ്ടായ സംഭവങ്ങളാണ് PU ചിത്രയെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചതെന്ന് ചിത്രയുടെ കോച്ച്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു ചിത്രയുടെ കോച്ചിന്റെ പ്രതികരണം. അത്ലറ്റിക് ഫെഡറേഷന്റെ അകത്തുള്ള ലോബിയാണ് 6 മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നതെന്ന് ഒളിമ്പ്യൻ അനിൽ. കേരളത്തിലെ കായിക താരങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രതികരിക്കാറില്ല. നോർത്ത് ഇന്ത്യൻ ലോബിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും ഒളിമ്പ്യൻ അനിൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. US സൈന്യത്തിൽ ഭിന്നലിംഗക്കാർക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭിന്നലിംഗക്കാർക്ക് സൈനിക ജോലികൾ ചെയ്യാനുള്ള കഴിവില്ലെന്ന് കുറ്റപ്പെടുത്തിയാണ് നടപടി. ട്വിറ്ററിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ. റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ. വായുമലിനീകരണം നിയന്ത്രിക്കാൻ ഫ്രാൻസിന് പിന്നാലെ ശക്തമായ നടപടികൾക്കൊരുങ്ങി ബ്രിട്ടൻ. 2040ഓടെ പുതിയ പെട്രോൾ ഡീസൽ കാറുകളും വാനുകളും നിരോധിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം. ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കും. അഫ്ഗാനിസ്ഥാനിലെ സൈനിക ക്യാമ്പിന് നേരെ താലിബാൻ ആക്രമണം. ആക്രമണത്തിൽ 26 സൈനികർ കൊല്ലപ്പെട്ടു, 13 പേർക്ക് പരിക്കേറ്റു. വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്കെതിരായ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. പ്രതിപക്ഷം 48 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗുജറാത്തിൽ നിന്ന് മത്സരിക്കും. നിലവിൽ അഹമ്മദാബാദിലെ നരൺപുര MLA ആണ് അമിത്ഷാ. അമിത്ഷായെ കൂടാതെ സ്മൃതി ഇറാനിയാണ് ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന മറ്റൊരു BJP നേതാവ്. വ്യാഴാഴ്ച ഇരുവരും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ആദ്യ ദിനം കളി അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 399 റൺസ് എടുത്തു. ശിഖർ ധവാനും ചേതേശ്വർ പൂജാരയും സെഞ്ചുറി നേടി. ദക്ഷിണാഫ്രിക്കയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ 3ാം ടെസ്റ്റ് ഇന്ന് തുടങ്ങും. ഓരോ മത്സരങ്ങൾ ജയിച്ച് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇരു ടീമും പരമ്പരയിൽ മുന്നിലെത്താനാണ് ശ്രമിക്കുക. ഓവലിൽ ഇന്ത്യൻ സമയം 3:30-നാണ് മത്സരം. ഇനി വാർത്തകൾ വിശദമായി കാണാം. നിതീഷ് കുമാർ രാജിവെച്ചു. തകർന്ന് മഹാസഖ്യം. ബീഹാറിൽ BJP പിന്തുണയോടെ നിതീഷ് കുമാർ ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അഴിമതിയുടെ പേരിൽ ലാലുവിനൊപ്പമുള്ള വിശാല സഖ്യം തകർത്ത് ഇന്നലെ രാജിവെച്ച നിതീഷ് കുമാറിന് BJP പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. എഴുതി തയ്യാറാക്കിയ തിരക്കഥ പോലെ നാടകീയത നിറഞ്ഞ മാറ്റങ്ങളാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്.
ലാലുവിന്റെയും കുടുംബത്തിന്റെയും അഴിമതി കൊണ്ട് പൊറുതിമുട്ടി എന്ന വാദത്തോടെ ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു നിതീഷ് കുമാർ രാജി പ്രഖ്യാപിച്ചത്. इसलिए आज हमने अपने आप को अलग कर लिया है और आज तो यही है। राज्यपाल महोदय ने मेरे त्याग पत्र को स्वीकार किया है, क्योंकि हमने इस्तीफा दे ही दिया है और उस मंत्री परिषद ने ही त्याग पत्र दिया है। तो इन सब चीजों के लिए बने बनाए नियम है, इसलिए उन नियमों के आधार पर सब संचालन होता है। जो भी नई सरकार बनेगी वो आगे का काम करेगी, लेकिन आज तो वर्तमान जो सरकार है जिसका मैं नेतृत्व कर रहा था, मुझको ये प्रतीत हो गया कि अब इसके आगे काम करना संभव नहीं है। അഴിമതിക്കെതിരെ ഒന്നിച്ചു പോരാടാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ട്വിറ്ററിൽ കുറിച്ചപ്പോൾ തന്നെ BJP നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായിരുന്നു. പാർലമെന്ററി ബോർഡിന്റെ അംഗീകാരത്തോടെ BJP MLA-മാർ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന കത്ത് മണിക്കൂറുകൾക്കുള്ളിൽ രാജ്ഭവനിൽ എത്തിച്ചു. ഇതോടെയാണ് രാജിവെച്ച് 24 മണിക്കൂറിനകം നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കളമൊരുങ്ങിയത്. സുശീൽ മോഡി ഉപമുഖ്യമന്ത്രിയാകുമെന്നും BJP-യിൽ നിന്ന് 14 മന്ത്രിമാരുണ്ടാകുമെന്നുമാണ് സൂചന. രാജിവെച്ചതിന് പിന്നാലെ JDU MLA-മാരെ നിതീഷ് കുമാറിന്റെ വസതിയിൽ തടങ്കലിലാക്കിയെന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ ആരോപണം. 2013-ൽ BJP നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് NDA വിട്ട നിതീഷ് കുമാർ 3 വർഷങ്ങൾക്ക് ശേഷം പഴയ താവളത്തിലേക്ക് മടങ്ങുകയാണ്. അതും മോഡി തന്നെ മുൻകൈയെടുത്തു നടത്തിയ രാഷ്ട്രീയ കരുനീക്കത്തിനൊടുവിൽ. 2019-ലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പോലും പ്രതീക്ഷിച്ച നിതീഷ് കുമാർ രാഷ്ട്രീയ മലക്കം മറിച്ചിൽ നടത്തിയത് ലാലുവിന് മാത്രമല്ല പ്രതിപക്ഷത്തിനൊന്നാകെ കനത്ത തിരിച്ചടിയാണ്. ന്യൂസ് 18 ഡൽഹി. നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ പ്രതിഷേധവുമായി RJD. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ RJD ധർണ നടത്തുന്നു. സത്യപ്രതിജ്ഞ തടയണമെന്നാവശ്യപ്പെട്ട് തേജസ്വി യാദവ് ഗവർണറെ കാണും. സതീഷ് കുമാർ ചേരുന്നുണ്ട്. സതീഷ്, തേജസ്വി യാദവ് RJD നേതാക്കൾ ഗവർണറെ കാണും എന്നതുകൊണ്ടാണ് 5 മണിക്ക് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് 10 മണിയിലേക്ക് മാറ്റിയത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നടക്കുമോ? രേണുക, ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയുടെ സമയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ തേജസ്വി യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 10 മണിക്ക് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തേജസ്വി യാദവ് തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത് JDU-വിന്റെ പകുതിയിലധികം MLA-മാർ ഞങ്ങളുമായി ബന്ധപ്പെടുന്നു, അതായത് RJD-യുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നു. RJD-യെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് JDU-വിലെ പകുതിയിലധികം MLA-മാർ മാറും എന്ന് പറയുന്നു. അതുപോലെ JDU-വിൽ പിളർപ്പുണ്ടാകുമെന്ന് തേജസ്വി യാദവ് ഇപ്പോൾ അവകാശപ്പെടുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ JDU-വിന്റെ ഒരു MP അലി അൻവർ, അദ്ദേഹം പരസ്യമായി JDU നേതൃത്വത്തിന്റെ നിതീഷ് കുമാറിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. JDU MP അലി അൻവർ പറയുന്നത്, എന്റെ ബോധം, എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാൻ, അതായത് BJP-ക്കൊപ്പം പോകാൻ തയ്യാറല്ല എന്ന് അലി അൻവർ MP അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ JDU-വിനകത്ത് ഒരു വിമത സ്വരവും അതുപോലെ തന്നെ പിളർപ്പിന്റെ സ്വരവും അല്ലെങ്കിൽ ഭിന്നാഭിപ്രായങ്ങളും എല്ലാം ഉയരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് തേജസ്വി യാദവ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പകുതിയിലധികം MLA-മാർ തങ്ങളെ ഈ MLA-മാർ തടങ്കലിലാണ് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. RJD ക്യാമ്പ് തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇന്നലെ തന്നെ ലാലു പ്രസാദ് യാദവ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. നിതീഷ് കുമാറിന്റെ വസതിയിൽ വീട്ടുതടങ്കലിലാണ് JDU MLA-മാർ എന്നാണ് അവകാശപ്പെട്ടത്. കാരണം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ JDU-വിന് 71 MLA-മാരും BJP-ക്ക് 53 MLA-മാരുമാണ് ബീഹാറിലുള്ളത്. തീർച്ചയായും ഈ രണ്ട് പാർട്ടികൾ സഖ്യം ആകുന്നതോടുകൂടി 124 MLA-മാരുടെ പിന്തുണയാകും. തുടർന്ന് NDA-യുടെ മറ്റ് 2 ഘടകകക്ഷികളുടെ കൂടിക്കഴിഞ്ഞാൽ 125 മുകളിൽ MLA-മാരുടെ പിന്തുണ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. എങ്കിൽ പോലും 243 അംഗ ബീഹാർ നിയമസഭയിൽ 122 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കുറഞ്ഞത് 5 സീറ്റ്, പരമാവധി 5 സീറ്റിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമേ ഈ സഖ്യത്തിന് നിലവിൽ ഉണ്ടാവുകയുള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിൽ 5 JDU MLA-മാർ പോലും വിശ്വാസ വോട്ടെടുപ്പിൽ മറിച്ച് ചിന്തിച്ചാൽ അല്ലെങ്കിൽ മറിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ഈ സഖ്യം പിളരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സാധ്യതകളുമുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഇന്ന് 5 മണിക്ക് ആദ്യം സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനിക്കുകയും അത് രാവിലെ 10 മണിയിലേക്ക് ആക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ RJD വലിയ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ ധർണയും പട്നയിൽ ആരംഭിച്ചിരിക്കുന്നു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ RJD പ്രവർത്തകർ പ്രതിഷേധ നടത്തുകയാണ്. JDU BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ
എല്ലാ MLA-മാരുടെയും പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ RJD-യുടെ ഇപ്പോഴത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ ഒക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അലോസരമുണ്ടാക്കുമോ? രേണുക, ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഒരു എഴുതി തയ്യാറാക്കിയ തിരക്കഥ പോലെയുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം ബീഹാറിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ആ തിരക്കഥയനുസരിച്ച് കൃത്യമായി 10 മണിക്ക് തന്നെ നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഗവർണർ കേശവനാഥ് ത്രിപാഠി അദ്ദേഹം ഇന്നലെ ഈ ഗവർണർ നിതീഷ് കുമാർ രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നീട് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി തീരുമാനിക്കുകയും എല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തടസ്സമില്ലാതെ നടക്കുമെന്ന കാര്യത്തിൽ BJP നേതാക്കൾക്കൊന്നും തർക്കമില്ല. എങ്കിൽ പോലും എത്ര നാൾ ഈ സഖ്യം തുടരും, അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കാൻ കഴിയുമോ തുടങ്ങിയ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമായുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായോ നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി പട്നയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അതായത് അത് തന്നെ നൽകുന്ന ഒരു സൂചന, ഒരുപക്ഷെ ഈ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലുമുണ്ട്. എന്തായാലും ഇന്ന് RJD-യുടെ പ്രതിഷേധം എത്രമാത്രം ഉയരും, ഏതായാലും 10 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ഗവർണറുടെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ തീരുമാനം പുനഃപരിശോധിക്കുന്ന ഒരു അവസ്ഥയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു സാധ്യതയുള്ളത് തേജസ്വി യാദവ് പറയുന്നത് കോടതിയെ സമീപിക്കുമെന്നാണ്. കോടതിയെ സമീപിക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പാർട്ടിയായ RJD-യെ, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ RJD-യെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കണം എന്നായിരിക്കും കോടതി ആവശ്യപ്പെടുക. എങ്കിൽ പോലും 10 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇതൊന്നും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോഴായിരിക്കും അടുത്ത നാടകങ്ങൾ അരങ്ങേറുക. തീർച്ചയായും ജെ സതീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. 10 മണിക്ക് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം അഴിമതിയുടെ പേരിൽ ലാലുവിനൊപ്പമുള്ള വിശാല സഖ്യം തകർത്ത് ഇന്നലെ രാജിവെച്ച നിതീഷ് കുമാറിനെതിരെ വലിയ പ്രതിഷേധം RJD ക്യാമ്പ് ഉയർത്തുന്നു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ അവരുടെ പ്രതിഷേധ പരിപാടികൾ നടക്കുകയുമാണ്. നിതീഷിന്റെ രാജിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് JDU കേരള ഘടകം. നിതീഷിന്റെ രാജി ദൗർഭാഗ്യകരമാണ്. BJP-യുമായി സഖ്യത്തിലായാൽ നിതീഷിന്റെ പാർട്ടിയോട് വിട പറയുമെന്നും ആവശ്യമെങ്കിൽ പുതിയ മതേതര പാർട്ടി രൂപീകരിക്കുമെന്നും JDU കേരള ഘടകം സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് 2019 പാർലമെന്റ് ഇലക്ഷൻ ലക്ഷ്യമാക്കി രൂപീകരിച്ച ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ശക്തികളുടെ യോജിപ്പിന് വലിയ ആഘാതമാണ് ഈ രാജ്യത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജിക്ക് ശേഷം അനാവരണം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ അസന്ധിഗ്ധമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ജനതാദൾ യുണൈറ്റഡിലെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ആശയക്കാർ ഒരു കാരണവശാലും ഈ BJP-യുമായ ഏതെങ്കിലും ഒരു ബന്ധത്തിന് ഞങ്ങൾ അനുകൂലമാവില്ല. ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP-യുമായി ശ്രീ നിതീഷ് കുമാർ ബന്ധം പുലർത്തിയാൽ ആ നിമിഷം ഞങ്ങൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയോട് ഞങ്ങൾ വിട പറയും. ബീഹാർ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് JDU നേതാവ് നിതീഷ് കുമാർ. അവസരത്തിനൊത്ത് രാഷ്ട്രീയം പയറ്റിയിട്ടുള്ള നിതീഷ് കുമാർ ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. 1974-77 കാലയളവിൽ ജയപ്രകാശ് നാരായണിന്റെ ബീഹാർ മൂവ്മെന്റിൽ പങ്കെടുത്ത പൊതുരംഗത്ത് ചുവടുറപ്പിച്ച നിതീഷ് കുമാർ എല്ലാ അർത്ഥത്തിലും ബീഹാർ രാഷ്ട്രീയത്തിലെ ചാണക്യനായി മാറുകയായിരുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് അവസരവാദ രാഷ്ട്രീയം പയറ്റിയ നിതീഷ് കുമാർ ഇത് 4ാം തവണയാണ് ബീഹാറിനെ നയിക്കാൻ ഒരുങ്ങുന്നത്. 17 വർഷം ദേശീയ തലത്തിൽ NDA-യുടെ സഖ്യകക്ഷിയായിരുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിലാണ് സഖ്യത്തോട് വിട പറഞ്ഞത്. നരേന്ദ്രമോദിയെ NDA-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു വിടപറച്ചിൽ. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നിതീഷിന് നേരിടേണ്ടി വന്നത്. തുടർന്ന് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. എന്നാൽ 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ സജ്ജമാക്കാൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സ്വീകരിച്ചതാകട്ടെ അപ്രതീക്ഷിത രാഷ്ട്രീയ തന്ത്രവും. ബദ്ധശത്രുവായ ലാലു പ്രസാദ് യാദവിന്റെ RJD-യെയും കോൺഗ്രസിനെയും കൂട്ടി മഹാസഖ്യം രൂപീകരിച്ചു. BJP-യുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മഹാസഖ്യത്തിന്റെ രൂപീകരണം. നിതീഷ് മനസ്സിൽ കണ്ടത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. 178 സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിൽ മഹാസഖ്യം അധികാരത്തിലെത്തി. നിതീഷ് 3ാമതും മുഖ്യമന്ത്രി കസേരയിൽ. എന്നാൽ വൈകാതെ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ നടപടിയെ പിന്തുണച്ചും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തും
നിതീഷ് പയറ്റിയത് മറ്റൊരു തന്ത്രം. ഇതിനിടെയാണ് അഴിമതിക്കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെതിരെ CBI കേസെടുത്തത്. വീണ്ടും രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത നിതീഷ് കുമാർ BJP പാളയത്തിലെത്താൻ അധിക സമയം എടുത്തില്ല. അഴിമതിയുടെ പേര് പറഞ്ഞ് മഹാസഖ്യത്തെ തകർത്ത് BJP പിന്തുണയോടെ നാലാമതും മുഖ്യമന്ത്രിയാകുമ്പോൾ നിതീഷ് കുമാർ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ മറ്റൊരു പര്യായമായി മാറുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും വേർപിരിയുമ്പോൾ അത് പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ നീക്കമല്ല. മാസങ്ങൾ കൊണ്ട് BJP നടപ്പാക്കിയ തന്ത്രങ്ങളുടെ കൂടി പരിസമാപ്തിയാണ് മഹാസഖ്യത്തിന്റെ തകർച്ച. BJPക്ക് ബദലാകാൻ മഹാസഖ്യവും മോഡിക്ക് പകരം നിതീഷുമെന്നായിരുന്നു ലാലു നിതീഷ് കൂട്ടുകെട്ട് യാഥാർത്ഥ്യമായപ്പോൾ സോഷ്യലിസ്റ്റുകളുടെ പ്രതീക്ഷ. മോഡിയോടുള്ള എതിർപ്പ് പരസ്യമാക്കി NDA വിട്ടിറങ്ങിയ നിതീഷ് ലാലുവിനെ ചേർത്തുപിടിച്ചു. എന്നാൽ മഹാസഖ്യം ഭരണത്തിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ അസ്വസ്ഥതകൾ പുകഞ്ഞു തുടങ്ങി. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന നിതീഷിന്റെ ഭരണത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് ആരോപിച്ച് RJD നേതാവ് രഘുവംശ് പ്രസാദ് സിംഗ് പരസ്യമായി രംഗത്ത്. ഭരണം കിട്ടിയതിന് പിന്നാലെ ലാലുവിന്റെ പാർട്ടിക്കാരനും മാഫിയ ഡോണുമായ ഷഹാബുദ്ദീൻ ജയിലിൽ നിന്നിറങ്ങി ലാലുവിനെ പുകഴ്ത്തിയും നിതീഷിനെ പരിഹസിച്ചും മാധ്യമങ്ങളോട്. ആർക്കാണ് പിന്തുണയെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നായിരുന്നു നിതീഷിന്റെ മറുപടി. പാകിസ്ഥാനിലെ സർജിക്കൽ സ്ട്രൈക്കിനെ പ്രശംസിച്ച് ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ നിതീഷായിരുന്നു. നവംബർ 8 നോട്ട് നിരോധനം കള്ളപ്പണം ഇല്ലാതാക്കുമെന്ന് നിതീഷ് പറഞ്ഞപ്പോൾ വെട്ടിപ്പെന്നായിരുന്നു ലാലുവിന്റെ പ്രതികരണം. ഈ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിതീഷ് വേദി പങ്കിട്ടത് ലാലുവിനെ ചൊടിപ്പിച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള യോഗത്തിന്റെ തലേന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഒരുക്കിയ വിരുന്നിൽ നിന്ന് നിതീഷ് വിട്ടുനിന്നത് വിവാദമായി. തൊട്ടടുത്ത ദിവസം മോഡി ഒരുക്കിയ വിരുന്നിൽ നിതീഷ് എത്തി. മോഡിയുമായി നിതീഷിന്റെ രഹസ്യയോഗവും. ഒരു മാസത്തിനുള്ളിൽ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് നിതീഷ് പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചു. ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നിപ്പ് പരസ്യമായെങ്കിലും ലാലുവിനെതിരെ നിതീഷോ നിതീഷിനെതിരെ ലാലുവോ പരസ്യമായി ഒന്നും പറഞ്ഞില്ല. ഈ മാസം ആദ്യം ലാലുവുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ CBI റെയ്ഡ് നടത്തി. മകനും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ്, മകൾ മിസ ഭാരതി, ഭാര്യ റാബ്രി ദേവി എന്നിവർക്കെതിരെ കേസെടുത്തു. തേജസ്വി യാദവിനോട് നിതീഷ് രാജി ആവശ്യപ്പെട്ടെന്ന് വാർത്തകൾ പരന്നു. രാജിയില്ലെന്ന് RJD. മഹാസഖ്യം തകരാൻ അനുവദിക്കില്ലെന്ന് ലാലുവിന്റെ ഉറപ്പ്. എന്നാൽ ഒന്നും പെട്ടെന്നായിരുന്നില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ നിതീഷിന്റെ രാജി. ഇതുവരെയൊന്നും പറയാതിരുന്ന നിതീഷും ലാലുവും പരസ്പരം ആഞ്ഞടിച്ച് രംഗത്ത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിതീഷ് കുമാറിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ മനസാക്ഷി അനുവദിക്കില്ലെന്ന് JDU MP അലി അൻവർ. അവസരം ലഭിച്ചാൽ നിലപാട് പാർട്ടിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. देखिए, माननीय नीतीश कुमार जी ने अपनी आत्मा की आवाज पर भाजपा के साथ जाने का फैसला किया है, लेकिन मेरा जमीर यह गवारा नहीं करता, इसकी इजाजत नहीं देता कि मैं उनके इस कदम का समर्थन करूं। मौका मिला पार्टी में तो मैं अपनी बात को रखूंगा, और मेरा मानना है कि जिन कारणों को लेकर के हम लोग बीजेपी से अलग हटे, वो कारण आज और भी सुरखुरू तरीके से और भी साफ साफ वो कारण मौजूद हैं. ചിത്രയ്ക്കൊപ്പം PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള വഴികൾ അടയുന്നു. ചിത്രയടക്കം 3 അത്ലറ്റുകളെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കിയതിനെ ന്യായീകരിച്ച് അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ തുറന്ന കത്ത് പുറത്തിറക്കി.
ജി ലക്ഷ്മണൻ, സ്വപ്ന ബർമൻ എന്നിവരെ ഉൾപ്പെടുത്തിയതിനെയും ചിത്ര അടക്കം 3 പേരെ തഴഞ്ഞതിനെയും ന്യായീകരിച്ചുമാണ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ തുറന്ന കത്ത്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിൽ സ്വർണം നേടിയതിന് പിന്നാലെ നടന്ന അന്തർ സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചിത്രയുടെ പ്രകടനം ക്രമാതീതമായി പിന്നിലായെന്ന് കാട്ടിയാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ കത്ത്. ചിത്രയുടെ സമയം ജൂനിയർ താരത്തിന്റെ സമയത്തേക്കാൾ പിന്നിലായി. അന്താരാഷ്ട്ര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതാ സമയത്തിനും അടുത്തെത്താനായില്ലെന്നും ഇതാണ് ഒഴിവാക്കലിന് കാരണമായതെന്നും ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു. അന്തർ സംസ്ഥാന മീറ്റിൽ ചിത്രയ്ക്ക് 2ാം സ്ഥാനത്താണ് എത്താനായതെന്നും പ്രസിഡന്റ് ആദില്യ സുമരിവല്ല വ്യക്തമാക്കി. അജയ്കുമാർ സരോജിനും അന്തർ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ യോഗ്യതാ സമയത്തിന് ഒപ്പമെത്താൻ കഴിയാത്തതാണ് വിനയായത്. സുധാ സിംഗ് അന്തർ സംസ്ഥാന മീറ്റിൽ പങ്കെടുത്തില്ല. അന്തർ സംസ്ഥാന മീറ്റിൽ അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റ് യോഗ്യതാ സമയത്തിനൊപ്പം എത്തുന്നവർക്കാണ് യോഗ്യതയെന്ന് അത്ലറ്റുകളെ നേരത്തെ അറിയിച്ചതായും കത്തിലുണ്ട്. ജി ലക്ഷ്മണൻ, സ്വപ്ന ബർമൻ എന്നിവരെ ഉൾപ്പെടുത്തിയതിനെയും കത്തിൽ ന്യായീകരിക്കുന്നു. ഇരുവർക്കും മതിയായ യോഗ്യതയുണ്ട്. ഒഫീഷ്യലുകളെ തിരികെ കയറ്റാനാണ് താരങ്ങളെ ഒഴിവാക്കിയതെന്ന ആരോപണം നിയമങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണെന്നും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാദിക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷന്റെ ചട്ടമനുസരിച്ച് താരങ്ങളുടെ 80% ക്വാട്ട ഒഫീഷ്യലുകൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. എന്നിട്ടും 50% കോച്ചുമാരെ മാത്രമാണ് ഇന്ത്യ കൊണ്ടുപോകുന്നത്. താരങ്ങളുടെ എണ്ണത്തിൽ IAAF നിബന്ധനകൾ വച്ചിട്ടില്ലെന്നും കത്ത് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചിത്രയുടെ പരിശീലകൻ സിജിനാണ് ഹർജി നൽകിയത്. ഹർജിയിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു. ഓഗസ്റ്റ് 4 മുതൽ 13 വരെ ലണ്ടനിൽ നടക്കുന്ന ലോക മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയിട്ടും തന്നെ ഒഴിവാക്കിയെന്നാണ് ചിത്ര ഹർജിയിൽ ആരോപിക്കുന്നത്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി ഫെഡറേഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. PU ചിത്ര ഒഴിവാക്കപ്പെട്ടതിൽ താൻ ഉത്തരവാദിയല്ലെന്ന് PT ഉഷയും ലണ്ടനിലേക്ക് പോകാൻ ചിത്ര യോഗ്യയല്ലെന്ന് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനും പറഞ്ഞു നിർത്തുമ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ എല്ലാ താരങ്ങൾക്കും ഒരേ മാനദണ്ഡമായിരുന്നോ എന്ന ചോദ്യമാണ് പ്രസക്തം. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക മീറ്റിൽ പങ്കെടുക്കാമെന്നാണ് മാനദണ്ഡം. മറ്റ് അംഗീകൃത ചാമ്പ്യൻഷിപ്പുകളിലെ മികച്ച പ്രകടനക്കാർക്കും യോഗ്യത ലഭിക്കും. ഭുവനേശ്വർ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 1500 മീറ്ററിൽ സ്വർണം നേടിയ PU ചിത്ര ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2ാമതെത്തിയതാണ് ഒഴിവാക്കപ്പെടാൻ കാരണമെന്നാണ് വിശദീകരണം. ഗുണ്ടൂരിൽ കനത്ത മഴയത്ത് നടന്ന മീറ്റ് യോഗ്യതാ മാനദണ്ഡമാക്കി ചിത്രയെ ഒഴിവാക്കിയത് ശരിയോ? അല്ലെങ്കിൽ തന്നെ ഭുവനേശ്വറിൽ മറ്റു രാജ്യങ്ങളുടെ 2ാം നിര താരങ്ങൾക്കൊപ്പം ഓടിയിട്ടും 110 മീറ്റർ ഹർഡിൽസിൽ 5ാമതായി പോയ സിദ്ധാർത്ഥ് തിങ്കള്യാൻ എങ്ങനെ ലണ്ടൻ സംഘത്തിൽ ഉൾപ്പെട്ടു? ഗുണ്ടൂരിലെ മികവ് കൊണ്ടാണെങ്കിൽ ചിത്രയുടേത് അസ്ഥിര പ്രകടനമെന്ന് ആവർത്തിക്കുന്നവർ സിദ്ധാർത്ഥിന്റെ അസ്ഥിരത കാണാതെ പോയത് എന്തുകൊണ്ടാണ്? ചിത്രയ്ക്ക് ഇനിയും അവസരങ്ങളുണ്ടെന്നും മാധ്യമങ്ങളായിട്ട് അത് നശിപ്പിക്കരുതെന്നും പറയുന്നവരോടാണ് അടുത്ത ചോദ്യം. നിലവിൽ ലോക മികവിന് അടുത്തെത്താൻ ചിത്രയ്ക്കാകുന്നില്ലെന്നാണ് പരാതി. ഭുവനേശ്വറിൽ 2ാം നിര താരങ്ങളോട് ഓടിയതുകൊണ്ട് മാത്രം 1ാമതെത്തിയ ചിത്രയ്ക്ക് ഇനി ലോക മീറ്റിന് യോഗ്യത നേടൽ അത്ര എളുപ്പമാണോ? അപ്പോൾ ചിത്രയ്ക്ക് കിട്ടിയ അർഹമായ സുവർണാവസരം നിഷേധിക്കപ്പെടുകയായിരുന്നില്ലേ? 400 മീറ്റർ റിലേ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി താരം സച്ചിൻ റോബിയെക്കുറിച്ചും സംശയങ്ങളുണ്ട്. ഗുണ്ടൂരിലെ മികവാണ് മാനദണ്ഡമായി എടുത്തതെങ്കിൽ അവിടെ 400 മീറ്ററിൽ 7ാമതായി പോയ താരമെങ്ങനെ 6 സംഘത്തിൽ അംഗമായി? 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സർവീസസിന്റെ മലയാളി താരം സജിൻ ഇന്ത്യൻ റിലേ സംഘത്തിലേക്ക് പരിഗണിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? മുൻകാല മികവ് കൊണ്ടാണ് സച്ചിൻ റോബി ടീമിൽ വന്നതെന്ന് PT ഉഷ തന്നെ പറയുന്നു. മറ്റ് യോഗ്യതാ മീറ്റുകളിലെ മികവ് കൊണ്ട് സച്ചിൻ റോബിയെ പരിഗണിക്കാമെങ്കിൽ ചിത്രയ്ക്ക് മാത്രം ഗുണ്ടൂരിലെ പ്രകടനം മാനദണ്ഡമാകുന്നതെങ്ങനെ? ഇനി ഒരു ചോദ്യം കൂടി. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിൽ ഫലം നിർണ്ണയിക്കപ്പെടുന്നവയാണല്ലോ എല്ലാ അത്ലറ്റിക്സ് മീറ്റുകളും. അവിടെ യോഗ്യത നേടുന്നവരും തിരഞ്ഞെടുക്കപ്പെടുന്നവരും മറ്റൊരു സെലക്ഷൻ കമ്മിറ്റിക്ക് വിധേയരാകേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് അധികാരികൾക്ക്. ചിത്ര നേടിയെടുത്ത യോഗ്യതയും അർഹമായ ലണ്ടൻ സംഘത്തിലെ സാന്നിധ്യവും പാടില്ലെന്ന് തീരുമാനിക്കാനാണോ സെലക്ഷൻ കമ്മിറ്റി? അതോ യോഗ്യത നേടിയവരെ അയോഗ്യരെന്ന് പ്രഖ്യാപിച്ച് പുറത്തിരുത്താനോ? VS കൃഷ്ണരാജ്, സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. UDF LDF സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. UDF LDF
സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ. രേണുക MLA-യുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബാലരാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കോവളം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ CPM കോൺഗ്രസ് സംഘർഷം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് പോലീസ് ലാത്തിചാർജ് നടത്തി. ഈ സാഹചര്യത്തിലാണ് നെയ്യാറ്റിൻകര DYSP ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും. ആ കൂട്ടം കൂടി ഉള്ള ആളുകളുടെ പൊതുയോഗങ്ങളും ഒപ്പം തന്നെ കൂട്ടം കൂടിയുള്ള മറ്റ് പരിപാടികളും ഒക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. MLA-ക്ക് ജാമ്യം നിഷേധിച്ച കോടതി ഉത്തരവിലും വ്യക്തമാക്കിയത് വീട്ടമ്മയ്ക്ക് ജീവന ഭീഷണി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്ന് ജാമ്യം നിഷേധിച്ചപ്പോൾ കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനോദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷം ഉണ്ടായിരുന്നു. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന റിപ്പോർട്ടിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്? തീർച്ചയായും രേണുക, അങ്ങനെ തന്നെയാണ്. കാരണം നെയ്യാറ്റിൻകര ഒപ്പം തന്നെ കാട്ടാക്കട താലൂക്കുകളിൽ ആണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് വലിയ രാഷ്ട്രീയമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. വിവിധ നേതാക്കൾ ഇപ്പോൾ കോവളം നിയോജക മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. LDF-ന്റെയും UDF-ന്റെയും നേതാക്കൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. LDF-ന്റെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം MLA സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ MLA പിന്തുണച്ചുകൊണ്ട് UDF നേതാക്കളുടെ പ്രസ്താവനകളും ഒപ്പം തന്നെ നേതാക്കളുടെ സന്ദർശനവും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകർക്കിടയിൽ വലിയ ചേരിതിരിവുണ്ടായിരിക്കുന്നത്, തർക്കമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്.